മാധ്യമങ്ങളോട് വീണ്ടും സംസാരിക്കുന്നുണ്ട്. നമുക്ക് മനാഫിന് പറയാനുള്ളത് എന്ത് എന്ന് വീണ്ടും കേൾക്കാം. അതിലിപ്പെന്താ തെറ്റുള്ളത്? മുതലെടുപ്പായിരുന്നു അല്ലെങ്കിൽ അതിനെ കച്ചവടമാക്കിയത് ഏതാണ്? ആ യൂട്യൂബ് ചാനൽ ഒന്ന് പോയി നോക്കി. ആകെ ഒരു എന്താ പറയാ, ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ. ഈ 10,000 സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഒരു ലൈവ് ഇടും. പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം ഈ അർജുൻ്റെ വിഷയങ്ങൾ എന്താണ് ജനങ്ങളെ മറന്നു പോകാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഒന്ന് എന്താണ്, ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തണം. അതാകെ അന്നൊക്കെ എൻ്റെ ചാനലിൽ വളരെ കുറച്ച്, ഒരാളാണെങ്കിൽ ഒരാളെ ചവിട്ടിലെത്തണം. പിന്നെ എന്താണെന്ന് കഴിഞ്ഞാൽ കർണാടകയിൽ ഞാൻ നിൽക്കുന്ന സമയങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉള്ളത്ര ശത്രുക്കൾ വേറെ ആർക്കും ഇല്ല. അത്രമാത്രം ഞാൻ ചില സംവിധാനങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഇൻ കേസ് എനിക്കൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിലെങ്കിൽ ഒരു ധൈര്യത്തിന് വേണ്ടേ? അർജുന്റെ കുടുംബത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അർജുന്റെ കുടുംബത്തിൽ എത്തിക്കാമെന്നതിന്റെ പേരിലോ താങ്കൾ ആരുടെയിൽ നിന്നും പണം വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പണം ഓഫർ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഒരു ഉറുപ്പ്യ ഞാൻ ആരുടെ വാങ്ങി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. ഈശ്വർ മാൽപെ, മനാഫ് എന്നിവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഈശ്വർ മാൽപെ ഇതായി സമൂഹ മാധ്യമങ്ങളിലൂടെ പബ്ലിസിറ്റിക്ക് ശ്രമിച്ചു, സമാന്തര സംവിധാനമായി പ്രവർത്തിച്ചു. സമൂഹ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചാരണങ്ങൾക്കെതിരെ ഇപ്പൊ ഈശ്വർ മാൽപെ, മനാഫ് എന്നിവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതുപോലെ പോലീസാണ് കേസ് എടുത്തത്. ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ അർജുനെ എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. എന്നാ പിന്നെ സുഖമായിരുന്നു, പോരേനല്ലോ. എടുത്തു കഴിഞ്ഞ് എന്തേ ഇവര് നേരം വയ്യത്? ഈ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ ഫാമിലി ആയിട്ട് തന്നെ ഇപ്പോഴും കാണുള്ളൂ. ആ അമ്മ എൻ്റെ അമ്മ ആയിട്ട് ഞാൻ ഇനിയിപ്പോൾ ആ ഫാമിലി മൊത്തം തള്ളി പറഞ്ഞാലും എനിക്ക് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ സ്വന്തം അനിയനാ. അതിനെപ്പറ്റി ഒന്നും എനിക്ക് കൂടുതൽ അറിയില്ല. ഞാൻ എടുത്തു കൊണ്ടു നടന്ന എൻ്റെ അനിയനാ. നമ്മളെ ഫാദർ മരണപ്പെട്ടിട്ട് 14 കൊല്ലമായി. നമുക്കാർക്കും വലിയൊരു വയസ്സില്ല. അപ്പോൾ അന്നു മുതൽ ഞാൻ എൻ്റെ ഈ കുടുംബത്തിൻ്റെ ഭാരം ഉണ്ട്. എൻ്റെ അനിയനക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ആരും ഓരോ കൂടുതൽ സംരക്ഷിച്ചെന്നുള്ളതല്ല, ഇതാരോ കുറച്ച് ആളുകൾ ഇതിന്റെ പിന്നിൽ എന്തായാലും പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാതെ ഞാനിപ്പോ ആർക്ക് എന്തിന് സാമ്പത്തിക ഓഫർ? ഒരാളും പിരിച്ചതായിട്ട് ഇന്റെ അറിവില്ല. ഞാൻ എന്തായാലും ചെയ്തിട്ടില്ല. ലോറിക്ക് അർജുന്റെ പേരിടരുതെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനിടും. അർജുൻ എന്നുള്ള പേര് മറ്റെന്താ ടാറ്റ, ബിർള അല്ലെങ്കിൽ കൊക്കക്കോല, പെപ്സി എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് പേരാ. ആർക്കും ഇന്റെ ലോറി സാരില്ല. അർജുൻ തന്നെ പേരിടും. ഇപ്പൊ അർജുനെ സഹായിക്കാൻ വേണ്ടി അർജുന് വേണ്ടി താങ്കൾ അവിടെ മുൻരംഗത്ത് നിന്ന് ഉൾപ്പെടെ പറയുമ്പോൾ അർജുന്റെ വീട്ടിൽ നിന്ന് സഹോദരങ്ങളോ അല്ലെങ്കിൽ അർജുന്റെ ഭാര്യ അടക്കമുള്ളവർ ഫോൺ വിളിച്ചിട്ട് പോലും താങ്കൾ ആ ഫോൺ എടുത്തിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണം. അപ്പൊ അതിന് പറയുന്ന പറയല്ല, ആ കുടുംബം പറയാണ് താങ്കൾ അവരുടെ ഒന്നും ഫോൺ പോലും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. ഇപ്പം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഇന്നത്തെ ദിവസം ഞാൻ ഒരു ഇത് ആരെ ഫോൺ ഇന്നലെ അവിടെ അർജുനെ തിരച്ചിൽ നടക്കുന്ന സമയത്ത് അർജുന്റെ കുടുംബം താങ്കളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ താങ്കൾ ഫോൺ പോലും എടുത്തിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കളവാ. ഞാൻ ഒരുവിധമൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരെല്ലാവരും ഫോണും എടുത്തിട്ടുണ്ട്. ഇന്നായിട്ട് എല്ലാ സമയവും സംസാരിക്കുന്നതാണ്. ഇതൊക്കെ എന്താ ഇപ്പം വരുന്നത് എന്ന് എനിക്കറിയില്ല സത്യത്തിൽ. എനിക്കൊരു ഐഡിയ ഇല്ല. ഇനി ജിതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഞാൻ വിചാരിക്കുന്നത് ഓർക്കൊരു ഫേമസിന്റെ ആവശ്യമില്ലാതാ ഈ വിഷയത്തില്. എനിക്കും വേണ്ട ഈ ഫേമസ്. എനിക്കും ഫേമസ് ആവശ്യമില്ല, ഓർക്കും ആവശ്യമില്ല സത്യത്തിൽ. എന്താ അങ്ങനെ പറയണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഇതിൽ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ റോൾ എന്തായിരുന്നു? അതായത് മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്സസ് ചെയ്യാനുള്ള ഇത് കുടുംബത്തിനുണ്ടായിരുന്നു. അപ്പൊ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ അങ്ങനെ നമ്മൾ കുറച്ച് ഹമ്പിൾ ആയിട്ട് നിൽക്കണോ? അങ്ങനെ നേരിട്ടിട്ടൊന്നും ബന്ധപ്പെടാൻ പറ്റൂല. കുടുംബം അങ്ങനെയാണ് പറഞ്ഞത്. അല്ല, അത് ഒരു ആക്ഷൻ കമ്മിറ്റിന്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് നമ്മൾ ക്ഷണിച്ച സമയത്ത് അവര് പറഞ്ഞതാണ്. അത് പറയാം. എനിക്കറിയുന്ന കാര്യം പറയാം. നമ്മളെ ആക്ഷൻ കമ്മിറ്റി ഇന്നെ ക്ഷണിച്ചു തിരുവനന്തപുരത്ത് പോകാൻ.
ഞാൻ പറഞ്ഞു ഞാൻ വരാം. അങ്ങനെ ഞാൻ കോഴിക്കോട് എത്തി. ഞാൻ ആക്ഷൻ കമ്മിറ്റീൻ്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വരുമ്പോൾ ഞാൻ ജിതിനോട് ചോദിച്ചു, ആക്ഷൻ കമ്മിറ്റി ഇങ്ങനെ പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്, കൂടെ ജിതിനും വരണം. അപ്പം ജിതിനോട് പറഞ്ഞ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിനെ കാണാൻ തിരുവനന്തപുരം വരെ പോകേണ്ട ആവശ്യമില്ല. ഓൻ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിനായിട്ട് സംസാരിക്കാൻ വരെ ഇപ്പം കഴിയുന്നതാണ്. നമ്മളൊക്കെ സാധാരണക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ കുറച്ച് തിരുവനന്തപുരം വരെ പോയിട്ട് നമ്മളാവശ്യമല്ലേ, നമുക്ക് താന്ന് വണങ്ങിയിട്ട് ഒന്ന് ഇത്തിരി താന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരം വരെ പോകുമ്പോൾ അതിൻ്റെതായ ഒരു റെസ്പെക്റ്റ് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് കിട്ടുമല്ലോ. ഞാൻ പോയി. ഞാൻ ഇനിയിപ്പോൾ എവിടേക്ക് വേണമെങ്കിലും അർജുൻ്റെ വിഷയത്തിൽ വല്ല അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ വന്നാലും ഞാൻ പോകും. അതൊന്നും ഇതൊക്കെ ഒരു നിസ്സാരമായ കാര്യമാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും കൂടി എനിക്ക് വേണ്ടാത്ത ഒരു ഹൈപ്പ് തന്നിട്ട് അത് ഓർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ഇതിൽ കാര്യമായിട്ട് എനിക്കൊന്നും തോന്നില്ല. കളവ് പറയുന്നതടക്കമാണ് കുടുംബം അറിയുന്നത്. കൂടുതലും കളവാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. അറിയില്ല എങ്ങനെ എന്താ. ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്ന കാര്യം അത് നടക്കില്ല എന്നുള്ള തരത്തിലൊക്കെ കുടുംബത്തോട് സംസാരിച്ചു. ഇല്ല, ഡ്രഡ്ജർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനടക്കം ബാംഗ്ലൂർ പോയതേനും, പക്ഷെ ഇന്ന അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആ മുഖ്യമന്ത്രി. പക്ഷെ ഞാൻ അതിനും വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായിട്ട് കർണാടകയിൽ അത്യാവശ്യം പിടിപാടുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാൻ വന്നിട്ട് ഇനി ഒരു ബുദ്ധിമുട്ടാവണ്ട. ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, എനിക്ക് കേസിൻ്റെ കാര്യങ്ങൾ നോക്കാണ്ടായിരുന്നു. ഞാൻ അവിടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ വിളിച്ചിട്ടില്ലേനും. പക്ഷെ എനിക്ക് അതിലൊന്നും പരാതിയില്ല. ഞാനിതിനൊന്നും SP-യും അവിടുന്ന് ആവശ്യപ്പെട്ടു മനാഫിനെതിരെ പരാതി നൽകണമെന്ന് കുടുംബത്തോട് ആവശ്യപ്പെട്ടു. അത്തരത്തിൽ അവിടെ പെരുമാറുന്ന തരത്തിലുള്ള എന്താ അവിടെ ഉണ്ടായത്? അങ്ങനെയൊക്കെ പെരുമാറിയിട്ട് തന്നെയല്ലേ ഇത് ഇവിടെ വരെ എത്തിയത്. ആ പരാതി അവർക്ക് കൊടുക്കാമായിരുന്നു, ഇനിയും കൊടുത്തോട്ടെ. ബാക്കിയൊന്നും എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതൊക്കെ പഴയ കാര്യമായതുകൊണ്ട് പറയാണ്. നമ്മൾ എന്തിനും തയ്യാറാണ്. ഈ ആക്ഷേപങ്ങളോട് എന്താണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്? അർജുൻ ഞാൻ പറഞ്ഞ ആരോ ഓരോ തെറ്റിദ്ധരിപ്പിച്ച നിസാർ നമ്മളെ ഫാമിലിയാണ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവരുമായി സംസാരിക്കുന്നത് സംസാരിച്ചു തീർക്കും. എനിക്ക് ആ സമയത്ത് അതൊരു 10 ദിവസം മുമ്പേ എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് തോന്നി. കാരണം എൻ്റെ കാര്യങ്ങൾ അതിലൂടെ പറയണമെന്ന് തോന്നി. ഈശ്വർ മാൽപ്പയുടെ പ്രതികരണങ്ങളെ ഇപ്പൊ കുടുംബം സംശയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഓരോന്നും തള്ളി പറയില്ല. ഈശ്വർ മാൽപ്പ ആയിക്കോട്ടെ, രഞ്ജിത്ത് ഇസ്രായേൽ ആയിക്കോട്ടെ, വന്ന് ഈ വിഷയത്തിൽ സഹകരിച്ച എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. ഞാൻ ഒരിക്കലും വിട്ടുപിടിക്കൂല. ഇവരൊക്കെ നമ്മളെ സഹായിച്ച ആൾക്കാരാണ്. മനാഫ് വീണ്ടും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഈശ്വർ മാൽപ്പയും രഞ്ജിത്ത് ഇസ്രയേലും ഒക്കെ സഹായിച്ചവർ ആണ് എന്നാണ് പറയുന്നത്. കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അർജുന്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനാഫിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത്.